ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇതൊരു 5 മണി 5:30 ആയപ്പോഴേക്കും നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കേട്ടോ. ഒരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട്, അവിടെ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട്. അതുകൊണ്ട് നൈറ്റ് നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈം നല്ല കാറ്റായിരുന്നു. തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിക്ക് ഫുൾ പൊടിക്കാറ്റായിരുന്നു, റോഡ് ഫുള്ള് പൊടിയായിരുന്നു. ഈ മൂടൽ മഞ്ഞ് പോലെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പരസ്പരം ചോദിക്കുന്നുണ്ട്, ഇൻ കേസ് ഇന്നിവിടെ മഴ പെയ്യുമായിരിക്കും. കാരണം ദുബൈയിലും ഷാർജയിലൊക്കെ കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ അബുദാബി ഷവാമിക്കിലാണ് കേട്ടോ. ഈ ലൊക്കേഷനിൽ ഇതുവരെ മഴ കിട്ടിയിട്ടില്ല. അപ്പോൾ പരസ്പരം ചിലപ്പോൾ പെയ്യുമായിരിക്കും എന്ന് ആശ്വസിച്ച് നേരെ റൂമിലേക്ക് വിടുവാണ്. പക്ഷേ റൂം എത്തിക്കഴിഞ്ഞിട്ടും മഴയുടെ കോളൊന്നും കാണുന്നില്ല. പക്ഷേ ഉറങ്ങാൻ കിടന്ന ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. കാരണം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്താ കാരണം? ഇൻ കേസ് ഉറങ്ങിപ്പോയാലോ മഴ പെയ്യുമ്പോഴേക്കും? മഴ കാണണമല്ലോ, അത് മസ്റ്റാ. പക്ഷേ ഒരു മഴയുടെ കോളൊന്നുമില്ല, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. തിരിച്ച് വീണ്ടും സങ്കടത്തോടെ തന്നെ റൂമിലേക്ക് കയറി. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് റൂമിൻ്റെ കട്ടനൊന്ന് മാറ്റി നോക്കിയപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. അപ്പാടെ പുറത്തേക്ക് ചാടി ഞാൻ പറഞ്ഞു തുടങ്ങി, ഈ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ നമ്മുടെ കാറിലും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളിയുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞു, എന്നാൽ ജസ്റ്റ് ഡ്രൈവ് പോയാലോ. അത് കേൾക്കേണ്ട താമസം ഞാൻ ചാടി റെഡിയായി ഓടി പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഉണ്ടല്ലോടാ, ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളികളൊക്കെ വീണ് കിടപ്പുണ്ട്. അത് കണ്ടപ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും, ഈ ഒരു കുഞ്ഞു മഴ കിട്ടിയതിന് എന്തിനാ ഇത്രയും എക്സ്പ്ലനേഷൻ പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും എക്സൈറ്റഡ് ആവുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ വീടും നാടും ഒക്കെ മാറി ഇതുപോലെ വിദേശത്തൊക്കെ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഫീല് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ പലപ്പോഴും മഴ കിട്ടാറുണ്ട്, ഇതിൽ നിന്ന് നല്ല മഴ കിട്ടിയിട്ടുണ്ട്, ഇതിൽ നിന്ന് നല്ല ക്ലൈമറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇത്രയും എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ നോക്കുക. ഇപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷിക്കാനുള്ള പല കാരണങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മൾ അതിലൊന്നും സന്തോഷിക്കാതെ എന്തെങ്കിലും കുഞ്ഞ് സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടം കണ്ടെത്താനായിരിക്കും എല്ലാവരും നോക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഈ കഴിഞ്ഞു പോകുന്ന ഈ മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല. വൺസ് അതെല്ലാം മിസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ കറക്റ്റ് വാല്യൂ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അത് പല കാര്യത്തിലും അങ്ങനെയാണ്. അതിപ്പോൾ ഈ ക്ലൈമറ്റ് ആവണമെന്നില്ല, ഒരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെ കാര്യമായിരിക്കാം. നമ്മുടെ ലൈഫിൽ നിന്ന് അവർ മാറി നിൽക്കുമ്പോഴായിരിക്കും ആൾ നമുക്ക് എത്രത്തോളം വാല്യൂ തരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കാട് കയറി പോയി കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞു വന്നത്, ഈ രാത്രി ഈ ജസ്റ്റ് നമ്മുടെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നല്ല പാട്ടൊക്കെ കേട്ട് ഈ തണുത്ത കാറ്റത്ത് ഇങ്ങനെ ഡ്രൈവ് പോകുന്ന ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. വേറെ വൈബ് തന്നെയായിരുന്നു. ശരിക്കും വൈകിട്ടായിരുന്നു ഈ മഴ പെയ്തതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഈ പച്ചപ്പൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ പറ്റുമായിരുന്നു. നൈറ്റായാലും കുഴപ്പമില്ല, കറക്റ്റ് ഫീല് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ രണ്ടാളും. കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസൊക്കെ കൊടുക്കത്തില്ലേ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരറിയാത്ത ടൈം നമ്മളത് കാണിക്കുമ്പോൾ അവർക്ക് എന്ത് ഹാപ്പിയാവും. ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും കേട്ടോ. പുറത്തിറങ്ങിയാൽ പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ, അത് മസ്റ്റാണ്. പക്ഷെ ചായ കുടിക്കാൻ പോയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഒരു ഐസ്ക്രീമിൽ ഒതുക്കി. എന്നെപ്പോലെ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ കൊതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇന്ന് എന്തായാലും ഹാപ്പിയായി. UAE വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ മഴ കാണുന്നത്. അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് പോവാണ്.